ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പലപ്പോഴും മുട്ടിൽ ശക്തമായിട്ടുള്ള വേദന, നീരും കഴപ്പും, അതുപോലെ തന്നെ മുട്ടിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്ക് കാൽവണ്ണയിലേക്ക് കഴപ്പ് പോലെ ഇറങ്ങുകയും ചെയ്യും. ഒരടി നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്തു വെച്ചാൽ മുട്ടിലും ഭയങ്കരമായിട്ടുള്ള ഭാരം തോന്നുന്നത് പോലെയും, അതുപോലെ തന്നെ മുട്ടിൽ ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടും, അതായത് കുത്തി നോവ് അനുഭവപ്പെടുന്ന രീതിയിലുമുള്ള ഒട്ടനവധി ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും. പൊതുവേ പണ്ടൊക്കെ ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളിലായിരുന്നു ഇത് കാണുന്നതെങ്കിൽ ഇന്ന് ഏകദേശം 35-40 വയസ്സുള്ള ആളുകളിൽ പോലും ഇത് കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് അത്യാവശ്യം പൈസയൊക്കെ കൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി കിടന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് നോക്കുക. പക്ഷേ ഞാൻ ഇന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ചിലർക്കെന്ന് പറഞ്ഞാൽ ഈ മുട്ടുവേദനയ്ക്ക് കിടന്ന് ചികിത്സിക്കാനുള്ള ഒരു ശേഷി കാണത്തില്ല. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള വേദനകൾ മാറുന്നതിന് സാധാരണ ഹോസ്പിറ്റലിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിന് ഞാൻ ലഘൂകരിച്ച് വീട്ടിൽ ചെയ്യുന്ന ഒരു മെത്തേഡായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറയുന്ന മെഡിസിൻസിൻ്റെ പേര് നിങ്ങൾ അത്യാവശ്യം ഒരു പേനയും പേപ്പറും എടുത്ത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ആ പ്രിപ്പറേഷൻ ചെയ്യുന്ന രീതിയും നിങ്ങൾ ഒന്ന് ചെയ്ത്, അതായത് ഒന്ന് എഴുതിയെടുത്ത് വെക്കണം. ഇപ്പം നിങ്ങളുടെ അമ്മയ്ക്കോ ആർക്കെങ്കിലും ആണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് എങ്കിൽ അവർക്കിത് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുക. നമുക്ക് ഏകദേശം ഒരു 5 ദിവസത്തിൻ്റെ അകത്ത് തന്നെ ഇതിൽ ഏകദേശം നമുക്കൊരു 70% മുകളിൽ ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് കൂടിയാണ് പറയുന്നത്. 2 മെത്തേഡാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തോളാം. ഈ മുട്ടുവേദനയുള്ളവരടുത്ത് പിന്നീട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ തേയ്മാനം ഉണ്ടാകുന്നതിൻ്റെ ജോയിൻസിനെ പറ്റിയിട്ടുള്ള കാര്യവും സൈനോവിയൽ ഫ്ലൂയിഡ് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നതിലുള്ള ഒരു തെറ്റ് ഞാൻ പറഞ്ഞുതരാം. പലർക്കും ഹോസ്പിറ്റലിൽ നിന്ന് ചില ഡോക്ടേഴ്സ് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട് എന്ന് പറയുന്ന സമയത്ത് കാൽസ്യം സപ്ലിമെൻറ്റും വൈറ്റമിൻ ഡിയും കോമ്പിനേഷൻ ആയിട്ടോ അല്ലെങ്കിൽ കാൽസ്യം സപ്ലിമെൻറ്റ് കുറച്ച് നാളത്തേക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ടോ കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത്തരക്കാർ ഇത് ഒരു ചെറിയ ആശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഡോക്ടറെ കാണാതെ വീണ്ടും ഈ ഗുളികൾ വാങ്ങി കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കും. ചിലപ്പോൾ പെയിൻ കില്ലറുകൾ ഇതുപോലെ വാങ്ങി ഉപയോഗിക്കും. ഈ സമയത്ത് നമുക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന തേയ്മാനം വന്ന സ്ഥലത്ത് ഓസ്റ്റിയോഫൈറ്റുകൾ എന്ന് പറയുന്ന ചെറിയ ഡെപ്പോസിറ്റ് പോലെ കാൽസ്യം ക്രിസ്റ്റൽസ് അടിഞ്ഞുകൂടും. പിന്നീട് ഇതിങ്ങനെ ഒരയുന്ന സമയത്ത് നമുക്ക് ശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതായത് ചെയ്യുന്നത് ശരിയാണെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നതെങ്കിലും ഈ പറയുന്നത് പോലെ വേദന ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു രീതിയാണ് ഇത്തരക്കാരിൽ കാണുന്നത്. അപ്പോൾ ഇതൊന്ന് ഒഴിവാക്കുക. ഇനി നമുക്ക് നേരെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്തോളൂ കേട്ടോ. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മുടെ നാട്ടിലുള്ള കോട്ടയ്ക്കൽ, നാഗാർജുന, വൈദ്യരത്നം, സീതാറാം മുതലായിട്ടുള്ള എല്ലാ ഫാർമസികളിലും നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ഒരു പൊടിയുണ്ട്. അപ്പോൾ ഈ പൊടിയുടെ പേരെന്ന് പറഞ്ഞാൽ ജടാമയാതി ചൂർണം എന്നാണ് നമ്മളിതിന് പറയുന്നത്. അപ്പോൾ ഈ ജടാമയാതി ചൂർണം നമ്മൾ വാങ്ങുക. ഈ ജടാമയാതി ചൂർണം വാങ്ങിയതിന് ശേഷം ഈ പൊടിയുടെ ഒപ്പം തന്നെ നാഗരാതി ലേപ ചൂർണം എന്ന് പറയുന്നത് കിട്ടും. അപ്പോൾ ഈ നാഗരാതി ലേപത്തിൻ്റെ ചൂർണം കൂടെ മേടിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ ഒരു മുറുവെണ്ണയും കൂടി വേണം കേട്ടോ. മുറുവെണ്ണ മാറിപ്പോരുത്, മുറുവെണ്ണ തന്നെ വാങ്ങണം. അപ്പോൾ മുറുവെണ്ണയും കൂടി വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഒരു ചെറിയ പാത്രത്തിൻ്റെ അകത്ത് 2 സ്പൂണ് ഈ പറയുന്ന എണ്ണ നമ്മൾ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഇതിനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 3 ടീസ്പൂണ് ജടാമയാതി ചൂർണവും അതുപോലെ തന്നെ 1 ടീസ്പൂണ് നാഗരാതി ലേപ ചൂർണം കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്യത്തില്ലേ, അതായത് കരിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് നമ്മൾ വഴട്ടിയെടുക്കുമെന്ന് പറയത്തില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു മിക്സ് പോലെ, അതായത് ഒരു ഫേസ് പാക്കിനേക്കാളും ഒരു അല്പം കൂടെ കട്ടിയുള്ള രീതിയിലോട്ട് എടുത്തിട്ട്, ഇപ്പം നമ്മുടെ എനിക്ക് മുട്ട് കാണിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കയ്യിൽ കാണിക്കാം. അപ്പോൾ നമ്മുടെ മുട്ടിൻ്റെ ഈ ഭാഗത്താണെങ്കിൽ നമ്മുടെ മുട്ടിൽ നിന്ന് നമ്മുടെ ഈ ഒരു വിരലെടുക്കുമ്പോൾ ഈ ഒരു 2 ഇത്ര ദൂരം ഉണ്ടല്ലോ, ആ ഒരു ദൂരം മുകളിലേക്കും ഈ നമ്മുടെ കാലിൻ്റെ ചിരട്ട ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരു 2 ഇത്രയും ദൂരം താഴേക്കും കൂടെ ഇത് നന്നായിട്ട് കാലിനെ മൊത്തത്തിൽ ചുറ്റിക്കൊണ്ട് നമ്മൾ ഒരു ലേപം പോലെ ഇടണം. ഇട്ടതിന് ശേഷം നമ്മുടെയൊക്കെ വീട്ടിലെ റോഡ് സൈഡിൽ കാണുന്ന ഈ ആവണക്കിൻ്റെ ഇല നമുക്ക് കിട്ടും. അപ്പോൾ ഈ ആവണക്കിൻ്റെ ഇലയോ അല്ലെങ്കിൽ എരിക്കിൻ്റെ ഇലയോ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തതിന് ശേഷം ഈ ഇല കൊണ്ട് നമ്മുടെ ഈ മുട്ട് കംപ്ലീറ്റ് ആയിട്ട് പൊതിയണം. പൊതിഞ്ഞതിന് ശേഷം ഇതിനെ നമ്മളൊരു മുണ്ടിൻ്റെ തുണി, നീളമുള്ള തുണി വെച്ചിട്ട് നന്നായിട്ട് കെട്ടി 2 ദിവസം നമ്മുടെ കാലിൽ വെക്കുക. 2 ദിവസം കഴിയുമ്പോഴേക്കും നമുക്കിത് അഴിച്ച് മാറ്റാനായിട്ട് പറ്റും. എന്തെങ്കിലും ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ തോന്നിയാൽ മാത്രം ഇത് നമ്മൾ അഴിച്ച് മാറ്റുക. ഇല്ലെങ്കിൽ രാത്രി കെട്ടിയിട്ട് രാവിലെ അഴിച്ച് മാറ്റുക. വൈകിട്ട് വീണ്ടും കെട്ടുക, അതായത് രണ്ടാമത് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ കെട്ടാനുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നത് ഒരു ട്രീറ്റ്മെൻറ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്
വീട്ടിൽ സഹായത്തിനോ അങ്ങനെയൊന്നും ആരും ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മെത്തേഡാണ് പറയുന്നത്. നമ്മുടെ ഈ പറഞ്ഞ ഷോപ്പുകളിലൊക്കെ തന്നെ നമുക്ക് കേതകി മൂലാദി തൈലം എന്ന് പറയുന്ന ഒരു എണ്ണ മേടിക്കാനായിട്ട് കിട്ടും. അതിനോടൊപ്പം തന്നെ നമ്മൾ മുറിവെണ്ണയും കൂടി മേടിക്കുക. ഇത് രണ്ടും സമം എടുത്തതിന് ശേഷം ഒരു പഞ്ഞി നമ്മൾ ഒരു സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചതുരാകൃതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിൻ്റെ അകത്ത് 2 അടപ്പ് എണ്ണ വീതം ഈക്വലായിട്ട് ഒഴിച്ച് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഈ പഞ്ഞി ഇതിൻ്റെ അകത്തേക്ക് മുക്കണം. മുക്കിയതിന് ശേഷം നമ്മൾ മലർന്ന് കിടന്നുകൊണ്ട് നമ്മുടെ ഈ മുട്ടിൽ ഞാൻ പറഞ്ഞ അതേ അളവിൽ ഇതുപോലെ ഒരു പിജു എന്നാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ജാനുവസ്തി പോലെയുള്ള പണച്ചിലവുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു പിജു പോലെ നമുക്കിത് വെക്കാം. വെച്ച് ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്കൊരു തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 4 മണിക്കൂർ ഇടവിട്ടിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് ഈ പറഞ്ഞ എണ്ണകൾ ചൂടാക്കി ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത് പെട്ടെന്ന് നീർക്കെട്ടും വേദനയും കുറയുന്നതിന് ഭയങ്കരമായിട്ട് സഹായിക്കും. ഞാനിത് ഒരുപാട് പേർക്ക് ഈ ഒരു രീതി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ടൊരു 5 ഡേയ്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ പ്രശ്നം പകുതിയിലധികം നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും. അതിനോടൊപ്പം തന്നെ ഈ നീര് ഉള്ള ആളുകളാണെങ്കിൽ നീര് വലിഞ്ഞു തുടങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ഈ നീ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇങ്ങനെ വലിയുന്ന റബ്ബർ പോലുള്ള ഒരു കവർ മേടിക്കാനായിട്ട് കിട്ടും, സോക്സ് പോലെ. അപ്പോൾ ഇത് ഈ മുട്ടിൻ്റെ ഭാഗത്ത് മേടിച്ചിടുവാണെങ്കിൽ നമുക്കൊരു കാലിങ്ങനെ വളയുന്നത് പോലെയുള്ള ഒരു രീതി മാറാനായിട്ട് പറ്റും. അതിന് നീ ക്യാപ്പ് എന്നാണ് പറയുന്നത്. നീ ബ്രേസ് മേടിക്കരുത് കേട്ടോ. വട്ടത്തിന് ഹോളുള്ള ഈ കെട്ടി വയ്ക്കുന്ന രീതിയിലൊരു ഇതുണ്ട്. നീ ബ്രേസ് മേടിക്കരുത്, നീ ക്യാപ്പ് മേടിച്ചിട്ട് നമ്മൾ കാലിൽ ഇടുന്നത് ഇതുപോലെ കാലിനൊരു നല്ല പിടുത്തം കിട്ടുന്നതിന് വളരെയേറെ സഹായിക്കും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ചെയ്യുക. പക്ഷേ ഇതിൽ 5 ദിവസത്തിൽ നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാകുമ്പോൾ സ്പോട്ടിൽ ഇത് നിർത്തുമല്ല ചെയ്യാനുള്ളത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 14 ദിവസം ഇത് ചെയ്യുക. ചെയ്ത് നല്ല രീതിയിലൊരു ആശ്വാസം കിട്ടിയാൽ പിന്നീട് നമ്മൾ ആഴ്ചയിൽ 2 or 3 ദിവസം മാത്രം ഇതുപോലെ ചെയ്യുക. പിന്നീട് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രാവശ്യം, മാസത്തിലൊരിക്കൽ, അങ്ങനെ നമുക്ക് വേദന ഉള്ള സമയത്ത് മാത്രം ഇടുന്ന രീതിയിലോട്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് നല്ല രീതിയിൽ കുറച്ച് നിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടോ മുകളിലുള്ള വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ. കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടും. കാരണം സാധാരണ ഈ പറയുന്ന പോലെ ഒരുപാട് പൈസയുള്ള ആളുകൾക്ക് ഹോസ്പിറ്റലിൽ പോയി ചെയ്യാൻ പറ്റും. അത് പറ്റാത്ത ആളുകൾക്കും ചില കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ആ ഒരു രീതിയിൽ മോഡിഫിക്കേഷൻ വരുത്തുമ്പോൾ വളരെ ഈസി ആയിട്ട് അവർക്ക് വലിയ ചിലവൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടുത്തെ ബെഡ് ചാർജ്, ബാക്കിയുള്ള പഞ്ചകർമ്മയുടെ ചാർജ്, തെറാപ്പിസ്റ്റിൻ്റെ ചാർജ്, അങ്ങനെ ഒരുപാട് ചാർജസ് വരത്തില്ല. അപ്പോൾ അത് ഒഴിവാക്കി വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് റിസൾട്ട് ഉറപ്പായിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് വേറൊരു സന്ദർഭത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.